അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മയ്യത്ത് സംസ്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. മയ്യത്ത് നമസ്കാരം അടങ്ങുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇനി മറവ് ചെയ്യുന്ന കാര്യമാണ് പറയാനുള്ളത്. അതിനു മുമ്പ് ഗർഭസ്ഥ ശിശുക്കളുമായി ബന്ധപ്പെട്ട ചില വിധികൾ മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഅ്ലം അന്ന ലിസ്സിഖത്തി അഹ്വാല, ചാപ്പിള്ളകളുമായി ബന്ധപ്പെട്ടുള്ള വിധികൾ. ഗർഭസ്ഥ ശിശുക്കൾ മരണപ്പെടുമ്പോൾ പല അവസ്ഥകളിലുമുണ്ടാകും. അത് ചിലപ്പോൾ മനുഷ്യരൂപം പ്രാപിക്കാത്ത നിലയിൽ രക്തപിണ്ഡമായോ മാംസപിണ്ഡമായോ പ്രസവിക്കപ്പെടാം. മനുഷ്യരൂപം പ്രാപിക്കാത്ത നിലയിൽ ഒരു 4 മാസത്തിന് മുമ്പൊക്കെ അബോർഷനാകുന്ന അവസ്ഥ, അപ്പോൾ രക്തപിണ്ഡമോ മാംസപിണ്ഡമോ ആയി പ്രസവിക്കപ്പെടാം. അങ്ങനെയാണെങ്കിൽ വഇല്ലം യൽഹറു ഫീഹി ഖൽഖു ആദമിയ്യിൻ, മനുഷ്യന്റെ രൂപം പ്രാപിക്കാത്ത നിലയിൽ പ്രസവിക്കപ്പെട്ടാൽ ലം യജിബ് ഷൈഉൻ, ഒരു കാര്യവും അവിടെ നിർബന്ധമില്ല. കുളിപ്പിക്കലോ കഫൻ ചെയ്യലോ നമസ്കരിക്കലോ ഒന്നും തന്നെ അവിടെ അത്യാവശ്യമില്ല, നിർബന്ധമില്ല. ബൽ യുസന്നു സിത്റുഹു ബിഖിർഖത്തിൻ വദഫനുഹു, ഒരു ശീലകഷ്ണത്തിൽ പൊതിഞ്ഞ് മറവ് ചെയ്യൽ സുന്നത്താണ്. കാരണം മനുഷ്യനാകാൻ പുറപ്പെടുന്ന, മനുഷ്യനാകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞ മാംസപിണ്ഡമാണല്ലോ അത്. അതുകൊണ്ടൊരു മനുഷ്യന്റെ ഘടകങ്ങൾ എന്ന നിലയിൽ തന്നെ ബൽ യുസന്നു സിത്റുഹു ബിഖിർഖത്തിൻ വദഫനുഹു, മനുഷ്യരൂപം പ്രാപിച്ചിട്ടില്ലെങ്കിലും ഒരു ശീലകഷ്ണത്തിൽ പൊതിഞ്ഞ് മറവ് ചെയ്യൽ സുന്നത്താണ്, നിർബന്ധമില്ല എന്ന് മഹത്തുക്കളായ ഫുഖഹാ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. വഇൻ ലഹറ ഫീഹി ഖൽഖു ആദമിയ്യിൻ, മനുഷ്യരൂപം പ്രാപിച്ച് പ്രസവിക്കപ്പെട്ടാൽ, എന്നാൽ വലം തൽഹറു ഫീഹി അമാറത്തുൽ ഹയാത്തി, ജീവന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല, വയറിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടാണ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാകാം. മനുഷ്യരൂപം പൂർണ്ണമായി പ്രാപിച്ചു, അങ്ങനെ വയറിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ട് പ്രസവിച്ചു. ഇങ്ങനെയായി കഴിഞ്ഞാൽ ജീവന്റെ ലക്ഷണങ്ങൾ വെളിയിൽ വന്നതിന് ശേഷം കണ്ടിട്ടില്ലെങ്കിൽ വജബ ഫീഹി മാ സിവസ്വല, നമസ്കാരമല്ലാത്ത എല്ലാ കാര്യങ്ങളും അവിടെ നിർബന്ധമാണ്. മനുഷ്യരൂപം പ്രാപിച്ചു, ഭൂമിയിലേക്ക് വന്നപ്പോൾ ജീവനില്ല, ജീവന്റെ ലക്ഷണം ഒന്നും ഇല്ലെങ്കിൽ വജബ ഫീഹി മാ സിവസ്വല, നമസ്കാരമല്ലാത്ത എല്ലാ കർമ്മങ്ങളും നിർബന്ധമാണ്. എന്ന് വെച്ചാൽ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറവ് ചെയ്യണം, നമസ്കാരം അവിടെ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഇൻ ലഹറ ഫീഹി അമാറത്തുൽ ഹയാത്തി, പൂർണ്ണരൂപം മനുഷ്യരൂപം പ്രാപിച്ച് പ്രസവിക്കപ്പെട്ടു, അപ്പോൾ വഇൻ ലഹറ ഫീഹി അമാറത്തുൽ ഹയാത്തി, ജീവന്റെ ലക്ഷണം കണ്ടു. അതെങ്ങനെ? ബിഅനിസ്തഹല്ല, പ്രസവാനന്തരം ഒന്ന് പിടഞ്ഞു, ഔ ബക്ക, അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞു, ഉടനെ തന്നെ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ കൽ കബീരി, വലിയവരുടെ വിധിയാണ്. വലിയ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പാലിക്കണമോ ആ കാര്യങ്ങൾ, നമസ്കാരമടക്കമുള്ള സകല കാര്യങ്ങളും കർമ്മങ്ങളും അവിടെ നിർബന്ധമാകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗർഭസ്ഥ ശിശുക്കളുമായി ചാപ്പിള്ളകളുമായി ബന്ധപ്പെട്ട വിധികൾ. ഇനി ഒരു പ്രകൃതി ദുരന്തമുണ്ടായി, അല്ലെങ്കിൽ യുദ്ധമുണ്ടായി, യുദ്ധാനന്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം ലഭിച്ചാൽ, ഒരു തല മാത്രം ലഭിച്ചു, അല്ലെങ്കിൽ കാല് ലഭിച്ചു, അല്ലെങ്കിൽ കൈ ലഭിച്ചു, വലൗ ഉജിത ഉളുവു മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഏതെങ്കിലും അവയവം ലഭിച്ചു, വഉലിമ മൗതുഹു, ആ മുസ്ലിം മരണപ്പെട്ടു എന്ന് ഉറപ്പാവുകയും ചെയ്താൽ
യുസല്ല അലൈഹി വുജൂബ, ആ ലഭിച്ച അവയവത്തിന്മേലിൽ നമസ്കാരമടക്കമുള്ള എല്ലാ കർമ്മങ്ങളും നിർബന്ധമാണ്. പ്രകൃതി ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടന്നു, യുദ്ധം നടന്നു, മനുഷ്യ ശരീരത്തിന് ഒരു തല മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് കിട്ടിയതെങ്കിൽ പൂർണ്ണമായ ഒരു ശരീരത്തിന്മേലിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യൽ നിർബന്ധമാണോ അതൊക്കെ ആ ഒരു അവയവത്തിന്മേലിൽ ചെയ്യൽ നിർബന്ധമാണ്. അന്ന ത്വായിറൻ അൽഖാ യദൻ ബിമക്കത്ത ഫീ വഖഅത്തിൽ ജമൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ജമൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കഴുകൻ മക്കയിൽ ഒരു കൈ കൊണ്ടുവന്നിട്ടു. ഒരു കഴുകൻ ഒരു കൈ കുത്തിവലിച്ചു കൊണ്ടുവന്ന് മക്കയിൽ ഇട്ടു. വകാനത്ത് യദു അബ്ദുറഹ്മാൻ ബിൻ അതാബിൻ റളിയല്ലാഹു അൻഹു, ജമൽ യുദ്ധത്തിന്റെ ആ സമയത്താണ് ഇത് സംഭവിച്ചത്. ആ കൈ സഹാബിയായ അബ്ദുറഹ്മാൻ ബിൻ അതാബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയായിരുന്നു. സഹാബികൾ അത് തിരിച്ചറിഞ്ഞു. എങ്ങനെ? ഫഅറഫൂഹാ ബിൽ ഖാതമി, കയ്യിലണിഞ്ഞിരുന്ന മോതിരം തെളിവായി അവർ മനസ്സിലാക്കി. കയ്യിലണിഞ്ഞ മോതിരം കൊണ്ട് അവർക്ക് വ്യക്തമായി ഇത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാണ്. ഉടനെ തന്നെ സഹാബികൾ ഫഗസ്സലൂഹാ വയുസല്ലു അലൈഹാ, ആ കൈ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ആ കൈ മുന്നിൽ വെച്ചുകൊണ്ട് അവർ നമസ്കരിക്കുകയും ചെയ്തു. വകാന ദാലിക ബിമഹ്ളരിൻ മിന സ്വഹാബ, സ്വഹാബാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ കൃത്യം നടന്നത്. ഫലം യുങ്കർ അലൈഹി, ഒരു സഹാബിയും അതിനെ എതിർത്തില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് സഹാബത്തിന്റെ അംഗീകാരം തെളിവാണ്. അപ്രകാരം തന്നെ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ യുദ്ധം അതൊക്കെ കഴിഞ്ഞു. മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഒന്നിച്ച് മരണപ്പെട്ട് ശവശരീരങ്ങൾ കൂടിക്കലർന്നു, ചിന്നിച്ചിതറി. ഏതാണ് മുസ്ലിമിന്റെ ശരീരമെന്നോ അമുസ്ലിമിന്റെ ശരീരമെന്നോ വേർതിരിക്കാൻ പറ്റാത്ത തരം ഒരു അഗ്നിബാധയുണ്ടായി. ഒരുപാട് മനുഷ്യന്മാർ കത്തിക്കരിഞ്ഞു. അക്കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾ അല്ലാത്തവരുണ്ട്. മുസ്ലിമീങ്ങളെ വേർതിരിക്കാൻ പറ്റാത്ത നിലയിൽ കരിഞ്ഞു ജഡങ്ങൾ. അല്ലെങ്കിലോ സ്ഫോടനം നടന്നു. സ്ഫോടനം നടന്ന് ശരീരങ്ങൾ ചിന്നിച്ചിതറി, ഛിന്ന ഭിന്നമായി. മുസൽമാന്റെ ശരീരം ഏത് എന്ന് മനസ്സിലാക്കാനും വേർതിരിക്കാനും പറ്റാതെയായി. എങ്കിൽ എന്തു ചെയ്യണം? ഇസ്ലാമിന്റെ നിയമം, വലവിഖ്തലത മുസ്ലിമൂന ബികുഫാരിൻ, മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളുമായി കൂടിക്കലർന്നു. അവരുടെ മയ്യിത്തുകൾ ഛിന്ന ഭിന്നമായി വേർതിരിക്കാൻ പറ്റാതെ, വതഅല്ലറ തംയീസു, വേർതിരിക്കാൻ ബുദ്ധിമുട്ടായി. എന്നാൽ വജബ ഗുസ്ലുൽ ജമീഇ വസ്സലാത്തു, എല്ലാവരെയും കുളിപ്പിക്കുകയും എല്ലാവരുടെ മേലിലും നമസ്കരിക്കുകയും വേണം. നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇൻകാന മുസ്ലിമാ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഇൻകാന മുസ്ലിമാ, അല്ലാഹുവേ ഇക്കൂട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇനി മനസ്സിലാക്കാനുള്ളത് ഇനി മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറവ് ചെയ്യൽ സ്വകാര്യ സ്ഥലങ്ങളിൽ വ്യക്തികൾക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ സ്വകാര്യ ഭൂമികളിൽ മറവ് ചെയ്യൽ അനുവദനീയമാണെങ്കിലും മുസ്ലിമീങ്ങളെ അടക്കുന്ന പൊതുശ്മശാനത്തിൽ മറവ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, സുന്നത്ത്. വദ്ദഫനു ഫിൽ മഖ്ബറത്തി അഫ്ളലു, മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന പൊതുശ്മശാനങ്ങളിൽ മറവ് ചെയ്യലാണ് അഫ്ളല്, ഏറ്റവും ഉത്തമമായത്. എന്തുകൊണ്ട്? ലിമാ യൽഹഖുഹു മിൻ ദുആഇസ് സുവാരി വൽ മാരീന, പൊതുശ്മശാനങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്താൽ സിയാറത്ത് ചെയ്യുന്നവരുടെ പ്രാർത്ഥന ലഭിക്കും. ശ്മശാനങ്ങളിലൂടെ നടന്നു പോകുന്നവരുടെ പ്രാർത്ഥന, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നെങ്കിലും മിനിമം സത്യവിശ്വാസികൾ പറയുമല്ലോ. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, വിശ്വാസികളെ, വിശ്വാസികളായി ഈ ഖബറിടങ്ങളിൽ വസിക്കുന്നവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മിനിമം ഒരു സലാമെങ്കിലും കിട്ടുമല്ലോ. ഇത്
കിട്ടാൻ കൂടുതൽ സഹായകമാകുന്നത് പൊതുശ്മശാനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിൽ മറവ് ചെയ്യുന്ന രീതിയാണ് സുന്നത്ത്. മാത്രമല്ല വലി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യദ്ഫനു അഹ്ലഹു വ അസ്ഹാബഹു ബിൽ ബഖീഇ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ഭാര്യമാരെ, അവിടത്തെ അനുചരന്മാരെ അവർ മരണപ്പെട്ടപ്പോൾ അവർക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും സ്വന്തമായി ഭൂമിയിൽ മറവ് ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെയൊക്കെ മറവ് ചെയ്തത് മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ ഈ രീതി അവലംബിക്കലാണ് നല്ലത്. പൊതു ശ്മശാനത്തിൽ നടക്കുന്ന രീതിയാണ് നല്ലത്. അപ്രകാരം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വയുന്ദബു ജംഉൽ അഖാരിബി ഫീ മൗളിഇൻ വാഹിദിൻ മിനൽ മഖ്ബറ. പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യുമ്പോൾ തന്നെ ഒരു കുടുംബത്തിലുള്ളവരെ ഒരു സ്ഥലത്ത് മറവ് ചെയ്യുന്ന രീതി സുന്നത്താണ്. വാപ്പായ മറവ് ചെയ്ത സ്ഥലത്ത് ഉമ്മാനെ മറവ് ചെയ്യാം, അവിടെ തന്നെ മക്കളെയും മറവ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് സുന്നത്താണ്. ഈ സുന്നത്തിന്റെ പേരിൽ ഇനി നാളെ ആരും കലാപം ഉണ്ടാക്കേണ്ട. പള്ളിപ്പറമ്പിൽ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. എന്റെ ഉപ്പാനെ അടക്കിയോടെ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കൊന്നും വേണ്ട. അത് സുന്നത്താണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയുന്ദബു ജംഉൽ അഖാരിബി ഫീ മൗളിഇൻ വാഹിദിൻ മിനൽ മഖ്ബറ. പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യുമ്പോൾ ഒരു ഫാമിലിയെ ഒരു ഭാഗത്ത് തന്നെ അടക്കാൻ ശ്രദ്ധിക്കാം. ലിഅന്നഹു അസ്ഹലു അല സായിരി. സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് അത് കൂടുതൽ സൗകര്യമാണ് എന്നതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കൽ നല്ലതാണ്. മാത്രമല്ല സത്യവിശ്വാസികളായ ആളുകൾ, മുഅ്മിനീങ്ങൾ, നല്ല ഭൂമിയിൽ അവരുടെ ഖബറാകാൻ കൊതിക്കണം. നല്ല ആളുകളെ മറവ് ചെയ്തതിനടുത്ത് തന്റെ ഖബറാകണമെന്ന് കൊതിക്കണം. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ കൊതി വേണം. ജീവിതകാലം നല്ലവരുമായി കൂടി ഇടപഴകി അവരുമായി നല്ലവരുമായി സഹവസിച്ച് കഴിഞ്ഞുകൂടിയ ആളുകൾ പടച്ചോനെ മരണാനന്തരം ഖബർ, എന്റെ ഖബർ സ്വാലിഹീങ്ങളായ ആളുകളുടെ അടുത്തെന്റെ ഖബർ വേണമെന്ന് കൊതിക്കുന്നത് സുന്നത്താണ്. നല്ല നാട്ടിൽ നല്ല സ്ഥലത്ത് നല്ല ആളുകളുടെ ചാരത്തെന്റെ ഖബർ വേണമെന്ന കൊതി ഈമാനിന്റെ ലക്ഷണമാണ്. അത് നല്ലതാണ്. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم. മഹാനായ സ്വഹാബി വര്യൻ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇദാ മാത അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ ഫഹസ്സിനു കഫനഹു, അവന്റെ കഫൻ നിങ്ങൾ നന്നാക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദീകരണം. നല്ല കഫൻ ഉപയോഗിക്കാം. വഅജ്ജിലു ഇൻജാസ വസിയത്തിഹി, മരണപ്പെട്ട വ്യക്തി ജീവിതകാലത്ത് ജീവിതാന്ത്യ സമയത്ത് നിങ്ങളോട് പറഞ്ഞ വസിയത്തുകൾ വളരെ പെട്ടെന്ന് നിങ്ങൾ നടപ്പിലാക്കണം. വാപ്പ മരിക്കാൻ കിടന്നപ്പോ വസിയത്ത് പറഞ്ഞു, മരിച്ചു കൊണ്ടുപോയി അടക്കി ഉടനെ തന്നെ ഉപ്പാന്റെ വസിയത്തുകൾ പെട്ടെന്ന് നിങ്ങൾ നടപ്പിലാക്കുക. അത് നാളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കരുത്. വഅജ്ജിലു ഇൻജാസ വസിയത്തിഹി, മരണപ്പെട്ടവരുടെ വസിയത്തുകൾ വളരെ വേഗത്തിൽ നിങ്ങൾ നടപ്പിലാക്കണം. വഅഅമിഖൂ ലഹു ഫീ ഖബരിഹി, അവരുടെ ഖബർ പരമാവധി നിങ്ങൾ താഴ്ചയിൽ ആഴം കൂട്ടണം. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം പറയാം എത്ര ആഴം വേണമെന്ന്. വഅഅമിഖൂ ലഹു ഫീ ഖബരിഹി, ഖബർ ആഴം കൂട്ടണം. മാത്രമല്ല വജന്നിബുഹു ജാറസൂ, മോശപ്പെട്ട ആളുകളുടെ ഖബറിന്റെ അരികിൽ നിന്ന് മാറ്റി മറവ് ചെയ്യണം. മോശപ്പെട്ട ആളുകളുടെ ഖബറിന്റെ അടുത്ത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട നല്ലവരെ നിങ്ങൾ അടക്കരുത്. വജന്നിബുഹു ജാറസൂ, മോശപ്പെട്ട ആളുകളെ മറവ് ചെയ്തതിന്റെ അടുത്ത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ മറവ് ചെയ്യരുത്. അവിടെ നിന്ന് അകലെ മാറ്റി നിങ്ങൾ മറവ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ ഖീല യാ റസൂലല്ലാഹ്, സ്വഹാബികൾ നബിയോട് ചോദിച്ചു, നബിയേ ഹലിൽ ജാറു സ്വാലിഹു യൻഫഉ ഫിൽ ആഖിറതി, നല്ല അയൽക്കാർ ആഖിറത്തിൽ ഉപകരിക്കുമോ? നല്ല മനുഷ്യന്റെ അടുത്ത് മറവ് ചെയ്താൽ ആഖിറത്തിൽ അതിന് വല്ല നേട്ടമുണ്ടോ?
നല്ല ആളുകളുടെ അടുത്ത് മറവ് ചെയ്തത് കൊണ്ട് ആഖിറത്തിൽ വല്ല നേട്ടവും കിട്ടാണ്ടോ റസൂലേ? വജന്നിബുഹു ജാറസൂ, മോശപ്പെട്ട ആളുടെ അയൽപക്കം പാടില്ല. അത് ഖബറിന്റെ വിഷയത്തിലാണെങ്കിലും മോശപ്പെട്ട ആളുകളെ മറവ് ചെയ്തതിന്റെ അടുത്ത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ അടക്കരുത്, അവിടെ നിന്ന് മാറ്റി മറവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സഹാബികളുടെ ചോദ്യം, നബിയേ വഹലിൽ ജാറു സ്വാലിഹു യൻഫഉ ഫിൽ ആഖിറ, നല്ല അയൽക്കാർ ആഖിറത്തിൽ ഉപകരിക്കൂ? നല്ല ആളുകളുടെ അടുത്ത് മറവ് ചെയ്താൽ ആഖിറത്തിൽ അതിൽ പുണ്യം കിട്ടുമോ, അതിന് നേട്ടം ഉണ്ടാവോ? നബി തങ്ങൾ അവരോട് ചോദിച്ചു, വഹൽ യൻഫഉ ഫിദ് ദുനിയ, നല്ല അയൽക്കാർ ദുനിയാവിൽ ഗുണം കിട്ടുമോ? നിങ്ങളുടെ അടുത്ത് ഉള്ള അയൽക്കാർ നല്ലവരാണെങ്കിൽ അതിന്റെ നേട്ടം, നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നവർ സ്വാലിഹീങ്ങളാണെങ്കിൽ, സജ്ജനങ്ങളാണെങ്കിൽ അതിന് ഈ ലോകത്ത് നേട്ടം കിട്ടുമോ? ഖാലൂ നഅം, തീർച്ചയായിട്ടും കിട്ടും. സജ്ജനങ്ങളുടെ അടുത്ത് താമസിച്ചാൽ അതിന്റെ നേട്ടം ഉറപ്പാണല്ലോ, ഈ ലോകത്ത് നിന്ന് കിട്ടും. അപ്പോൾ നബി പറഞ്ഞു, യൻഫഉ ഫിൽ ആഖിറ, ഈ ലോകത്ത് നിന്ന് അതിന്റെ നേട്ടം കിട്ടുമെങ്കിൽ ആഖിറത്തിലും അതിന്റെ നേട്ടം കിട്ടും. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളുടെ ഖബറിനരികിൽ നിങ്ങളുടെ ഖബറുകൾ ആകാൻ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതുപോലെ തന്നെ വയുസ്തഹബ്ബു ത്വലബുൽ മൗതി ഫീ അഹദിൽ ഹറമൈൻ എന്ന് വെച്ച്, നല്ല ആളുകളുടെ അടുത്ത് ഖബറാകണമെന്ന് വെച്ച് ഈ നിയമമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ആളുകളുടെ അടുക്കലേക്ക് മരിച്ച നാട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടതില്ല. മരണപ്പെട്ട നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിധികൾ മുമ്പൊരു വെള്ളിയാഴ്ച വിശദമായി പറഞ്ഞതാണ്. കൊതിക്കണം, നല്ല നാട്ടിൽ വെച്ച് മരിക്കണം പടച്ചോനെ എന്ന് കൊതിക്കാണ് വേണ്ടത്. വയുസ്തഹബ്ബു ത്വലബുൽ മൗതി ഫീ അഹദിൽ ഹറമൈനി, രണ്ടാലൊരു ഹറമിൽ വെച്ച് മരിക്കാൻ കൊതിക്കലും അതിനുവേണ്ടി പ്രാർത്ഥിക്കലും സുന്നത്താണ്. മക്കയിലെ ഹറമ് അല്ലെങ്കിൽ മദീനയിലെ ഹറമ്, ഈ ഹറമിൽ വെച്ച് മരണപ്പെടാൻ കൊതിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അൻ ഹഫ്സത റളിയല്ലാഹു അൻഹ ഉമ്മിൽ മുഅ്മിനീൻ ബിന്തി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്ന ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താ പ്രാർത്ഥിച്ചിരുന്നത്? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക് വജ്അൽ മൗതി ഫീ ബലദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എനിക്ക് നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷ്യം തരണേ, എന്നെ നീ ഷഹീദാക്കി മരിപ്പിക്കണേ അല്ലാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എനിക്ക് ഷഹാദത്ത് തരണം, അല്ലാഹുവേ നീ എന്നെ രക്തസാക്ഷിയാക്കി മരിപ്പിക്കണം. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിലുള്ള നിന്റെ വഴിയിലുള്ള രക്തസാക്ഷ്യം എനിക്ക് തരണമേ അല്ലാഹുവേ. മാത്രമല്ല, അത് മാത്രം പോരാ, വജ്അൽ മൗതി ഫീ ബലദി റസൂലില്ലാ, എന്റെ മരണം നബിയുടെ നാട്ടിൽ പുണ്യ മദീനയിൽ വെച്ച് മരണപ്പെടാനും എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ രണ്ട് പ്രാർത്ഥന, ഒന്ന് രക്തസാക്ഷ്യം തരണം, മറ്റൊന്ന് മദീനയിൽ വെച്ച് മരണം നടക്കണം. അപ്പൊ കുൽത്തു, മഹദി ഹഫ്സ ബീവി പറയാണ്, ഞാൻ ഈ പ്രാർത്ഥന, ഉപ്പാന്റെ പ്രാർത്ഥന, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ ചോദിച്ചു, അന്നാഹാദ, ഇതെങ്ങനെ ഉപ്പാൻ നടക്കും? യുദ്ധം നടക്കുന്നത് മദീനക്ക് പുറത്താ, മദീനയിൽ യുദ്ധം നടക്കൂല, മദീനയുടെ വെളിയിൽ പോകണം യുദ്ധം ചെയ്യാൻ. അപ്പൊ രക്തസാക്ഷിയാകണമെങ്കിൽ മദീനയുടെ വെളിയിൽ പോകണം, മദീനക്ക് പുറത്തു പോകണം. എന്നാൽ മദീനയിൽ വെച്ച് മരിക്കും വേണം, രക്തസാക്ഷ്യം കിട്ടും വേണം. പണ്ടൊരു കുഞ്ഞു പറഞ്ഞതുപോലെ, അമ്മിഞ്ഞപ്പാല് കിട്ടും വേണം, ബാപ്പാന്റെ ഒപ്പം കിടക്കും വേണമെന്ന് പറഞ്ഞതുപോലെ, രണ്ടും ഒപ്പം നടക്കൂല എന്ന് പറഞ്ഞതുപോലെ, അന്നാഹാദ, പ്രിയ പിതാവേ, ഇതെങ്ങനെ നടക്കാനാണ്? യുദ്ധം ചെയ്യണമെങ്കിൽ മദീനക്ക് പുറത്തു പോണ്ടേ, മദീനയിൽ യുദ്ധം ഉണ്ടാവില്ലല്ലോ. അപ്പൊ രക്തസാക്ഷിയാകണമെങ്കിൽ പുറത്തു പോകണം. അങ്ങ് രക്തസാക്ഷ്യം ചോദിക്കുന്നു, അതോടൊപ്പം വജ്അൽ മൗതി ഫീ ബലദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ എനിക്ക് ഷഹാദത്ത് തരണം, എന്നെ ഷഹീദായി മരിപ്പിക്കണം, അതോടൊപ്പം നബിയുടെ നാട്ടിൽ എന്നെ മരിപ്പിക്കുകയും വേണം. ഇതെങ്ങനെ നടക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോ ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, എന്റെ ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, യഅ്തിയനി അല്ലാഹു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ആ രണ്ട് ചാൻസും കിട്ടും.
ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. മദീന പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അബൂ ലുഅ്ലുഅത്തിന്റെ വെട്ടുകൊണ്ട് പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആ വെട്ടുകൊണ്ട് വീണു. ഗുരുതരമായ മുറിവ് പറ്റി വയറിന് ദ്വാരം വീണു. സ്വഹാബത്ത് ഉടനെ തന്നെ വീട്ടിലേക്ക് വഹിച്ച് എടുത്തുകൊണ്ടുപോയി കിടത്തി. കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും വയറിലെ ആ മുറിവിലൂടെ വെളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ അത് മൃത്യുവിന് കാരണമായി. ആ കുത്തുകൊണ്ട കാരണത്താൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പൊ രക്തസാക്ഷ്യം കിട്ടി. മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിൽ മദീനയിൽ വെച്ച് തന്നെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ഈ രീതി, രണ്ടാലൊരു ഹറമിൽ വെച്ചുള്ള മരണം കൊതിക്കൽ നല്ലതാണ്. ഇമാം ത്വബറാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ മാത ഫീ അഹദിൽ ഹറമൈനി, രണ്ടാലൊരു ഹറമിൽ വെച്ച് മരണപ്പെട്ടാൽ ബുഇസ ആമിനൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആ മനുഷ്യനെ വിചാരണക്ക് കൊണ്ടുവരുന്ന സമയത്ത്, പുനരുദ്ധാന ദിനത്തിൽ മഹ്ശറയിലേക്ക് വരുന്ന സമയത്ത് അവനെ കൊണ്ടുവരുന്നത് ആമിനായിട്ടാണ്, നിർഭയനായിട്ടാണ്. മദീനയിൽ വെച്ചോ മക്കയിൽ വെച്ചോ മരണപ്പെട്ട ആളുകൾ മഹ്ശറയിലേക്ക് നിർഭയരായിട്ടാണ് വരിക. അവർക്കൊരു പേടിയും ഉണ്ടാവില്ല. ബുഇസ ആമിനൻ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവരെ പുനർജീവിപ്പിക്കപ്പെടുന്നത്, അവർ എണീറ്റ് വരുന്നത് നിർഭയനായിട്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് തന്നെ മദീനയ്ക്ക് പ്രത്യേക പുണ്യമുണ്ട്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മനിസ്തതാഅ അൻ യമൂത ഫിൽ മദീന, മദീനയിൽ ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരണപ്പെടാൻ സാധിക്കുമെങ്കിൽ ഫല്യമുത് ബിഹാ, മദീനയിൽ വെച്ച് മരിച്ചോളൂ. മദീന മണ്ണിൽ വെച്ച് ആർക്കെങ്കിലും മരണപ്പെടാൻ സാധിക്കുമെങ്കിൽ ഫല്യമുത് ബിഹാ, മദീനയിൽ വെച്ച് മരിക്കുക. എന്തേ കാരണം? ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ, നല്ല നിയ്യത്തോടെ മദീനയോടുള്ള സ്നേഹം കാരണത്താൽ, പ്രവാചകരോടുള്ള ശക്തമായ അനുരാഗം കാരണത്താൽ മദീനയിൽ വെച്ച് മരണപ്പെടാൻ കൊതിച്ച് ആ മണ്ണിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ, അവിടെ വെച്ച് മരിച്ചവർക്ക് ഞാൻ ശുപാർശ ചെയ്യും, എന്റെ ശഫാഅത്ത് അത്തരം ആളുകൾക്ക് കിട്ടും. നിയ്യത്തുകൊണ്ടാണ് പക്ഷേ മദീനയിൽ ഇവിടെ സംഗതി മക്കളും കുടുംബവും എല്ലാം ഉണ്ട്. എനിക്കതൊന്നുമല്ല വേണ്ടത്, എനിക്ക് റസൂലുള്ള വഫാത്തായ റസൂൽ അടങ്ങിയ ആ പുണ്യ മണ്ണില് എന്നെയും മറവ് എന്റെ ഖബറവിടെയാകാൻ എനിക്ക് കൊതിയുണ്ട് എന്നൊരു മുസൽമാൻ, ഒരു മുഅ്മിന് മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ അത് അവന്റെ ഈമാന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ശക്തമായ സ്നേഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കാരണത്താൽ അങ്ങനെ കൊതിച്ചവിടെ മരിച്ചാൽ ഫഇന്നി അശ്ഫഉ ലിമൻ മാത ബിഹാ, എന്റെ ശഫാഅത്ത് അത്തരം ആളുകൾക്ക് ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് അവസ്ഥയാണെന്ന് പറഞ്ഞ ജ്ഞാനികളുണ്ട്. മക്കിയായ അവസ്ഥ, മദനിയായ അവസ്ഥ. സഹാബികൾ ആ രണ്ടവസ്ഥയും കഴിഞ്ഞു കടന്നവരാണ്. മക്കയിലുണ്ടായിരുന്ന അവസ്ഥ, മദീനയിലുണ്ടായിരുന്ന അവസ്ഥ. ഇത് മക്കയിലും മദീനയിലും പോകാത്തവർക്കും ഈ അവസ്ഥ അവരവരുടെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ വെച്ചുണ്ടാകും. ഇത് വിശ്വാസത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണ്, രണ്ട് അവസ്ഥകളാണെന്ന് പറഞ്ഞ ജ്ഞാനികളുമുണ്ട്, വിശദീകരിക്കുന്നില്ല. ഏതായാലും നല്ല ഭൂമിയിൽ നല്ല സ്ഥലത്ത് വെച്ച് മരണപ്പെടാൻ കൊതിക്കുന്നത് നല്ലതാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ രണ്ട് ഭാഗങ്ങളിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവം ബുഖാരിയിൽ രണ്ട് ഭാഗത്ത് ധരിച്ചിട്ടുണ്ട്. ആ സംഭവം രസകരമായ സംഭവമാണത്. എന്താണത്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, ഉർസില മലക്കുൽ മൗത്ത് ഇലാ മൂസ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. അസ്റായീൽ അലൈഹിസ്സലാം മൂസാ നബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞു വിട്ടു. ഫലമ്മാ ജാഅഹു, മൂസാ നബിയുടെ മുന്നിലെത്തി, റൂഹ് പിടിക്കാൻ വേണ്ടി മുന്നിലെത്തിയിട്ട് മൂസാ നബിയോട് പറഞ്ഞു, സമയം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിടിക്കാൻ പോവാണ്.
എന്നും പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലെത്തിയിട്ട് ഈ വിവരം അറിയിച്ചപ്പോ ഒരൊറ്റ ഇടി അങ്ങോട്ട് വെച്ചു. ഇടിയുടെ ആഘാതത്താൽ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കണ്ണുപൊട്ടി. പൊട്ടക്കഥയല്ലോ, ബുഖാരിയിലുള്ള സംഭവം, വിശ്വസിക്കണം നിർബന്ധം. ബുഖാരിയിലുള്ള സംഭവം, 2 സ്ഥലത്ത് നിന്ന്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ അസ്രായീൽ എത്തിയിട്ട് പറഞ്ഞു, സമയമായിട്ടുണ്ട്, ഞാൻ റൂഹ് പിടിക്കാൻ വന്നാന്നും പറഞ്ഞിട്ട് മുന്നിലെത്തിയപ്പോ ഒരൊറ്റ ഇടി. ഇടിയുടെ ശക്തി കാരണം മലക്കുൽ മൗത്തിന്റെ കണ്ണുപൊട്ടി. അങ്ങനെയാണ് മൂസാ നബി, അങ്ങനെയാണ്, ശക്തനായിരുന്നു. ഒരിക്കലും ഖിബ്തി വംശജനെ ഒരൊറ്റ ഇടി കൊണ്ട് കൊന്നുകളഞ്ഞ, മണ്ണൂരിലേക്ക് യാത്ര അയച്ചൊരു സംഭവം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖിബ്തി വംശജനെ ഒരൊറ്റ ഇടി കൊണ്ട് മയ്യത്താക്കി. അങ്ങനെ ഒരു സംഭവം ഖുർആനിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ കൊട്ടാരത്തിൽ വളർന്നു, യുവകോമളനായി. ഒരു ദിവസം അങ്ങാടിയിൽ പോയി. ഫദഖലൽ മദീന അലാ ഹീനി ഗഫലത്തിൻ മിൻ അഹ്ലിഹാ ഫവജദ ഫീഹാ റജുലൈനി യഖ്തതിലാനി ഹാദാ മിൻ ശിയതിഹി വഹാദാ മിൻ അദുവി ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയതിഹി അലല്ലദീ മിൻ അദുവി فوكزه موسى فقضى عليه قال هذا من عمل الشيطان إنه عدو مضل مبين قال رب إني ظلمت نفسي فاغفر لي فغفر له إنه هو الغفور الرحيم. സൂറത്തുൽ ഖസസിന്റെ 15-16 വചനങ്ങൾ. ഒരടി കൊണ്ട് ഒരു മനുഷ്യനെ, ഒരു ഇടി കൊണ്ടൊരു മനുഷ്യനെ മയ്യത്താക്കിയ സംഭവമാണ് പറയുന്നത്. ഒരു ദിവസം പട്ടണത്തിൽ ചെന്ന് നോക്കിയപ്പോ അപ്പോൾ ജനങ്ങളൊന്നും കാര്യമായിട്ട് ടൗണിൽ ഉണ്ടായിരുന്നില്ല. 2 ആളുകൾ അടിപിടി കൂടുന്നു. ഹാദാമിൻ ഷിയത്തിഹി വ ഹാദാമിൻ അദുവിഹി. ഒരാള് തന്റെ സമുദായക്കാരനാണ്, ഇസ്രായേലിൽപ്പെട്ട ഒരാളാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായക്കാരനാണ്. വഹാദാമിൻ അദുവിഹി, മറ്റൊരാളോ ശത്രു സമുദായത്തിൽപ്പെട്ട ആളാണ്. 2 ആളും അടിപിടി കൂടുന്നു. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാം അങ്ങാടിയിൽ കാണുന്നത്. ഫസ്തഗാസഹുല്ലദീ മിൻ ശിയതിഹി അലല്ലദീ മിൻ അദുവിഹി. അടിപിടി കൂടുന്നതിനിടയിൽ ഇസ്രായേലിയായ മനുഷ്യൻ മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗാസ നടത്തി. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇവൻ എന്നെ ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞിട്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഓടിച്ചെന്നിട്ട് തന്റെ സമുദായക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖിബ്തി വംശജനെ, ശത്രു സമുദായക്കാരനെ ഒരൊറ്റ ഇടി. ഉടനെ ആ മനുഷ്യനിൽ വിധിയെത്തി. ആ മനുഷ്യൻ മരിച്ചു വീണു. കൊല്ലണമെന്ന് കരുതിയിട്ട് ചെയ്തതല്ല, ആള് മരിച്ചുപോയി ആ ഇടി കൊണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന് പ്രയാസായി. ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ. ഇത് പിശാചിന്റെ അമലാണ്. പഠിച്ചോനെ, ഇതിന് എന്റെ അമലല്ല, ഇത് പിശാചിന്റെ കുതന്ത്രമാണ്. ഇന്നഹു അദുവും മുദില്ലും മുബീൻ. അവൻ വഴിപിഴപ്പിക്കുന്ന, മനുഷ്യനെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവനാണ് പിശാച്. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ. പഠിച്ചോനെ, ഞാൻ എന്റെ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ എന്നോട് തന്നെ ദ്രോഹം പ്രവർത്തിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലി, എനിക്ക് നീ മാപ്പ് തരണേ പടച്ചവനെ. ഫഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ്. എന്താ ഇത്ര വലിയ ഖേദം പ്രകടിപ്പിക്കാൻ കാരണം? വർഗീയതയുടെ ചെറിയ ഒരു കലർപ്പ് ഈ പണിയിൽ വന്നു. കാരണം ഒന്ന് സ്വന്തം സമുദായക്കാരൻ, മറ്റേതോ ശത്രു സമുദായക്കാരൻ. ഇവർ തമ്മിൽ എന്താണ് കലാപത്തിന് കാരണം, അടിപിടിക്ക് കാരണമെന്ന് അന്വേഷിക്കാതെ, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് നീതി എന്ന് അന്വേഷിക്കാതെ, സ്വന്തം സമുദായക്കാരനെ രക്ഷപ്പെടുത്താനുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശത്രു സമുദായക്കാരനെ ദ്രോഹിച്ചതിലൂടെ വർഗീയതയാണ് സത്യത്തിൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഖേദത്തോടെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പഠിച്ചോനെ, ഞാൻ അവരെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ മരിച്ചു പോയിട്ടുണ്ട്, പുറത്തു തരണം. അള്ളാഹു പുറത്തു കൊടുത്തു. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ആളാണ് മൂസാ നബി അലൈഹി സ്വലാം. അസ്രായീൽ അലൈഹി സ്വലാമിനെ ഇടിച്ചിട്ട് കണ്ടുപൊട്ടിച്ചു.
ഫറജഅ ഇലാ റബ്ബിഹി, അസ്രായീൽ അലൈഹിസ്സലാം ഈ ഇടിയും കൊണ്ട് അള്ളാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, യാ റബ്ബി, പടച്ചോനെ, അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത, മരണം ഇഷ്ടപ്പെടാത്ത ഒരാളുടെ അടുക്കലേക്കാണ് നീ എന്നെ പറഞ്ഞു വിട്ടത്. ഈ ഒരു ഇടങ്ങാറുണ്ടാക്കി തീർക്കാൻ, മരണം കൊതിക്കാത്ത, മരണം ആഗ്രഹിക്കാത്ത ഒരാളുടെ അടുക്കലേക്ക് എന്നെ നീ പറഞ്ഞു വിട്ടിട്ട് കണ്ടോ എന്റെ കണ്ണൊക്കെ പൊട്ടിയത് പടച്ചോനെ എന്ന് പറഞ്ഞപ്പോ ഫറജഅ അലൈഹി ബസറഹു ഐനഹു, ഫറജഅ അലൈഹി ഐനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ കണ്ണ് തിരിച്ചു കൊടുത്തിട്ട് ഫഖാല പറഞ്ഞു, ഇർജിഇ ഇലൈഹി ഫഖുൽ ലഹു, ഒന്നുകൂടെ അങ്ങോട്ട് ചെല്ലും. അപ്പൊ കണ്ണ് തിരിച്ചിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ഫഖുൽ ലഹു, മൂസായോട് പറ, എന്താ, യളഉ യദഹു അലാ മത്നി സൗരിൻ, നിങ്ങളുടെ കൈ ഒരു കാളയുടെ പുറത്ത് കൈവെക്കുക, എന്നിട്ട് ആ കൈ ഒതുങ്ങിയിരിക്കുന്ന ഭാഗത്തുള്ള രോമങ്ങൾ ബികുല്ലി ശഅറത്തിൻ സനത്തുൻ, എത്ര രോമങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഓരോ രോമത്തിനു പകരവും ഓരോ വർഷം. ഒരു കാളയുടെ പുറത്ത് കൈവച്ചാൽ എത്ര രോമം അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളും, എത്ര രോമം ഉണ്ടാവും? ആ രോമത്തിൻ്റെ അത്ര വർഷം, 1000 രോമം ഉണ്ടെങ്കിൽ 1000 വർഷം, അത്ര വർഷം നിങ്ങൾക്ക് ഭൂമിയിൽ അവസരം തരാമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചെന്ന് പറ. അസ്രായീൽ അലൈഹി സ്വലാം ചെന്നിട്ട് പറഞ്ഞു, ഒരു കാളപ്പുറത്ത് കൈവച്ചാൽ ആ കൈ ഉൾക്കൊണ്ട ഭാഗത്ത് എത്ര രോമുണ്ട് എങ്കിൽ ബികുല്ലി ശഅറത്തിൻ സനത്തിൽ, ഒരു രോമത്തിന് 1 വർഷം എന്ന കണക്കിൽ ആയുസ് നീട്ടിത്തരാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, സുമ്മമാതാ, ശരി, അത്ര കാലം ആയുസ് നീട്ടിയിട്ടിട്ട് പിന്നെന്താ സംഭവിക്കുക? അത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? കാല സുമ്മൽ മൗത്തു, പിന്നെ മരണം തന്നെ ആയിരിക്കും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് നീട്ടിയിട്ട് എന്താ കാര്യം? അല്ല, അനന്നപ്പം തന്നെ ആയിക്കോട്ടെ, ആലം ദുനിയാവിൽ എന്നായാലും കൊന്നിട്ടെൻ്റെ ഇന്നെ ആയിക്കോട്ടെ എന്ന് പണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഏതായാലും കല്യാണം കഴിക്കണം, എന്നാ വളരെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇത്ര ആയുസ് നീട്ടി കിട്ടും, അതൊക്കെ ശരി, അത് കഴിഞ്ഞാൽ പിന്നെയും മരണം തന്നെയല്ലേ, അതുകൊണ്ട് അപ്പം തന്നെ മരണം ആയിക്കോട്ടെ. പക്ഷെ ചെറിയൊരു അഭ്യർത്ഥന, ചെറിയൊരു അപേക്ഷ, ചെറിയൊരു പ്രാർത്ഥന അള്ളാഹുവിനോട്. എന്താ പ്രാർത്ഥന? അള്ളാഹുവേ, എനിക്കൊരു അഭിലാഷമുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു കൊതിയുണ്ട്. എന്താണ് ആ കൊതി? എനിക്ക് ആയുസ് നീട്ടിയിടുകയൊന്നും വേണ്ട, ഈ പറയപ്പെട്ട രീതിയിൽ വർഷങ്ങൾ എന്റെ ജീവിതം എനിക്ക് നീട്ടിക്കിട്ടുകയൊന്നും വേണ്ട, പകരം എനിക്ക് ചെറിയ ഒരു ആഗ്രഹമുണ്ട്. ഫസഅലല്ലാഹ അൻ യുദ്നിയഹു മിനൽ അർളിൽ മുഖദ്ദസതി, മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്ത് എത്തുന്ന അത്ര സമയം എന്റെ ആയുസ് നീ നീട്ടിയിടണേ റബ്ബേ. എനിക്ക് അതേ ആശയുള്ളൂ. ഏതായാലും ഇപ്പൊ തന്നെ മരിച്ചോട്ടെ, എനിക്ക് വിരോധമല്ല. പക്ഷെ എന്റെ ഖബറ് മസ്ജിദുൽ അഖ്സയുടെ, ബൈത്തുൽ മുഖദ്ദസിന്റെ തിരുമുറ്റത്ത് എന്റെ ഖബറാകാൻ ഞാൻ കൊതിക്കുന്നു. അല്ലാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, അയ്യുദ്നിയഹു മിനൽ അർളിൽ മുഖദ്ദസതി റംയത ഹജർ, പടച്ചവനെ, എന്നെ നീ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കലേക്ക് എത്തിക്കണേ, അവിടെ വെച്ച് എന്നെ മരിപ്പിച്ചാ മതി റബ്ബേ. ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അങ്ങനെ മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്തെത്തി മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായി. മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്താണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. അപ്പൊ അങ്ങനെ കൊതിച്ചിരുന്നു നബിമാര്, മഹാന്മാര് കൊതിച്ചിരുന്നു നല്ല സ്ഥലത്ത് ഖബറാകാൻ കൊതിക്കാൻ. ഇതുകൊണ്ടാണല്ലോ മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം, മാഹാത്മ്യം ഖുർആൻ പറഞ്ഞത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സ എന്താണ് അതിന്റെ ക്വാളിറ്റി എന്നറിയോ? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗം അനുഗ്രഹീതമാണ്, അതിന്റെ മുറ്റം അനുഗ്രഹീതമാണ്, അതിന്റെ പരിസരം അനുഗ്രഹീതമാണ്. എന്തുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം അനുഗ്രഹീതമായത്? അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ ഖബറിടങ്ങൾ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അതുകൊണ്ടാണ് അത് ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗവും നാം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ആളുകളെ മറവ് ചെയ്തതിനടുത്ത് നല്ല നാട്ടിലെ ഖബറാകാൻ കൊതിക്കുന്നത്
മുസ്ലിമീങ്ങൾക്ക് നല്ലതാണ്, മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ ലക്ഷണമാണ്. ഇത് ഹദീസിന്റെയും ഖുർആന്റെയും അടിസ്ഥാനത്തിൽ വളരെ സ്പഷ്ടമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇനി മറവ് ചെയ്യുന്നതിലെ ആദാബുകൾ, ഖബറിലേക്ക് ഇറക്കുന്നതിന്റെ മര്യാദ, ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് മറവ് ചെയ്ത് പൂർത്തിയാകുന്നത് വരെ പാലിക്കേണ്ട ആദാബുകൾ, ഇതൊക്കെ പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിലുള്ള മരണം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നല്ല നാട്ടിൽ വെച്ച് മരണപ്പെടാനും സജ്ജനങ്ങളുടെ ചാരത്ത് ഖബറാകാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാൻസ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.